ലവ് ജിഹാദ് പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസ് തീരുമാനമെടുത്തത്. ജോർജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും തീരുമാനമെടുത്തിട്ടില്ല. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, തുടക്കം മുതൽ തന്നെ പോലീസിന് ഈ വിഷയത്തിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. കാരണം ഒരു പ്രത്യേകമായ മതത്തിന്റെ പേരെടുത്തു പറയാത്ത സാഹചര്യത്തിൽ ഇത് കേസുമായി ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് തള്ളിപ്പോകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തന്നെയല്ലേ പോലീസിന് ഇപ്പോൾ കേസെടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലീസ് പി.സി. ജോർജിന്റെ പ്രസംഗം പൂർണ്ണമായും കേട്ടിരുന്നു. കേട്ടതിൽ നിന്ന് പോലീസിന് നേരിട്ട് പെട്ടെന്നൊരു കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് തന്നെ ഇങ്ങനൊരു കേസെടുത്താൽ നിലനിൽക്കുമോ എന്ന സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മതവിദ്വേഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അതിൽ കൃത്യമായി നേരത്തെ നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ പോലെ ഒന്നും തന്നെ പറയുന്നില്ല. മാത്രവുമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശം തന്നെ തേടാം എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ലഭിച്ച നിയമോപദേശം അനുസരിച്ച് ഇതിൽ കേസെടുക്കാനൊന്നുമില്ല എന്ന വിവരം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ എന്തായാലും കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ തന്നെ ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയാണ് ഈ കേസുമായി മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമില്ല. അവരുടെ നിലപാട് അന്തിമമായി എന്തെന്ന് വ്യക്തവുമല്ല. ആര്യ ശ്രീജിത്ത്, അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ KCBC-യുടെ അടക്കം പരസ്യ പിന്തുണ കൂടി പി.സി. ജോർജിന് ലഭിക്കുന്നുണ്ട്, പിന്തുണ ഏറുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി ഇല്ലേ? തീർച്ചയായും ആര്യ, അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വളരെ നിർണായകവുമാണ്. കാരണം പി.സി. ജോർജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് KCBC എന്നുള്ളതിനപ്പുറത്തേക്ക് KCBC മദ്യവിരുദ്ധ സമിതിയാണ് ആദ്യം പ്രസ്താവന ഇറക്കിയത്. രണ്ടാമത് KCBC സീറോ മലബാർ സഭ തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കി എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പി.സി. ജോർജ് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ പി.സി. ജോർജിന്റെ അതേ പ്രസ്താവനകളെ ന്യായീകരിക്കുന്ന KCBC-ക്കെതിരെയും സ്വാഭാവികമായും നടപടികൾ എടുക്കേണ്ടി വരും. മാത്രമല്ല, BJP അതിനു മുൻപ് തന്നെ ഇതേപോലെ പി.സി. ജോർജ് പറഞ്ഞതെല്ലാം ആവർത്തിച്ച് BJP നേതാക്കൾ ചാനൽ ചർച്ചകളിൽ പറയുകയും ചെയ്യുന്നു. അങ്ങനെ മുൻപില്ലാത്ത വിധം പി.സി. ജോർജിന് പിന്തുണയുമായി BJP നേതാക്കളും KCBC-യും ഒക്കെ എത്തിയതോടെ സർക്കാരും ഫലത്തിൽ പ്രതിസന്ധിയിലായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെയുള്ള നിലപാടുകൾക്കെല്ലാം ശേഷം കേസെടുത്ത് മുന്നോട്ട് പോയാൽ അത് KCBC അല്ലെങ്കിൽ സീറോ മലബാർ സഭ ആകപ്പാടെ അതിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് രാഷ്ട്രീയമായി BJP-ക്ക് ഒരു നേട്ടമായി മാറും. BJP നേതാവ് കൂടിയാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെ അത് പി.സി. ജോർജ് അതുകൊണ്ട് തന്നെ അത് BJP-ക്ക് ഒരു നേട്ടമായി മാറുമെന്ന വിലയിരുത്തൽ CPM-ലടക്കം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴൊരു കേസ് എടുക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത്. മുസ്ലിം ലീഗിലും UDF-ലും ഒക്കെ സമാനമായ അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പി.സി. ജോർജ് നിലവിലൊരു വാർത്താ സമ്മേളനം നടത്തിയാൽ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് അപ്പുറത്തേക്ക് വലിയ പബ്ലിസിറ്റിയാണ്, മാധ്യമ ശ്രദ്ധയാണ് ഈ ഒരു സംഭവങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായ ഗുണം ചെയ്യുമോ എന്ന ആലോചന ലീഗിലുണ്ട്. അതേസമയം തന്നെ അവർ ഹൈക്കോടതിയിലെ അഭിഭാഷകരുമായി ആശയവിനിമയം തുടരുകയാണ് എന്നാണ് ഇന്നും അറിയിച്ചത്. പക്ഷേ അഭിഭാഷകരാരും തന്നെ കേസുമായി മുന്നോട്ട് പോകാമെന്നൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ അവർ കേസുമായി പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇത് രാഷ്ട്രീയമായി പി.സി. ജോർജിനെ സംബന്ധിച്ച് ആശ്വാസമാണ്, നിലവിൽ അത് ഗുണപരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലവ് ജിഹാദ് പരാമർശത്തിൽ തൽക്കാലം പി.സി. ജോർജിനെ ആശ്വസിക്കാം. കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. പ്രത്യേകമായ ഒരു മതവിഭാഗത്തെ പേരെടുത്ത് പരാമർശിക്കാത്തതിനാൽ ഇത് കോടതിയിൽ പോയാൽ നിലനിൽക്കില്ല എന്ന നിയമോപദേശം കിട്ടിയ സാഹചര്യത്തിലാണ് പോലീസ് കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.